ഹായ് ഹലോ നമസ്കാരം. സജീനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിൽക്കുന്നത് ദയാവധം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പം സത്യം പറഞ്ഞ വീഡിയോ ഒന്നും കാണാൻ ടൈം കിട്ടിയില്ല. അപ്പം ഇന്ന് രാവിലെയാണ് എനിക്ക് ആ വീഡിയോ എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നത്. അവൾ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, രേണു സുധിയുടെ ഫ്രണ്ടല്ലേ നീ, ഇത് അവളടുത്ത് പറഞ്ഞിട്ട് ദയ അച്ചുവിനെതിരെ ഒരു കേസ് കൊടുപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡി പട്ടികൾ അവിടെ ഇവിടെയൊക്കെ കിടന്ന് കുരയ്ക്കും, ആ കുരയ്ക്കെല്ലാം നമ്മൾ വിളിയേക്കാൻ നിന്ന കാര്യം നടക്കത്തില്ല. അവളവിടെ കിടന്ന് കുരയ്ക്കട്ടെ, രേണു സുധി ചെയ്യേണ്ടതെന്ന് പറയേണ്ടതെന്ന് അവളുടെ സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവളെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഇപ്പം കുറച്ചെന്നല്ല, ഇപ്പം നെഗറ്റീവ് പറഞ്ഞവർ പോലും അവളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ ഇഷ്ടപ്പെട്ടവരെ കുറച്ച് പേര് ഈ കുറച്ച് രീതിയിൽ പറ്റുന്ന രീതിയിലൊന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കി. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ പാവാട വള്ളികൾ വന്നിട്ട് എനിക്കിവിടെ നല്ല താങ്ങുമായിരിക്കും. എന്നാലും ഞാൻ പറയും, അല്ല ഇവള് സുചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഒരുപടി വാരി കൊടുക്കുന്നത് ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കും വാ പൊളിച്ചിട്ട് മുതല വാ പൊളിക്കണ പോലെ നിൽക്കുന്ന ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ? ചെയ്യത്തില്ല. രേണു സുധി പ്രതീഷിന് ആഹാരം വാരി കൊടുക്കുന്നതിന് ഇവക്കെന്ത്? ഇവളാണോ കണ്ടോണ്ടിരുന്നത് സൂചേട്ടന് വാരി കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്? പിന്നെ സൂചേട്ടന് വാരി കൊടുക്കാതെ സൂചേട്ടൻ്റെ ഒരു കുഞ്ഞിനെ അവൾ പ്രസവിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെ രേണു സുധി? അതവൾ കണ്ടിട്ടുണ്ടോ? ഇവക്കിത് എന്തത്തിൻ്റെ കുഴപ്പമാ? ഇപ്പം റീച്ചായിട്ട് നിൽക്കുന്ന രേണു സുധി, ഇപ്പം ഇവളെ പിടിച്ചാലേ അവൾക്ക് ഒന്ന് ഫേമസ് ആവാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കുഴപ്പമില്ല അവൾ കിടന്ന് കാണിക്കുന്നത്. അവൾ ശപിച്ചു വെച്ചിട്ടുണ്ട്, പ്രതീഷിൻ്റെ കുടുംബം തകരും, താറുമാറാവുന്നു. അപ്പം നീ അറിഞ്ഞൂടാത്തൊരു കാര്യം പറയട്ടെ, നീ പറയുന്ന കണക്കല്ല പ്രതീഷിൻ്റെ വൈഫ്. എന്താന്ന് വെച്ചാൽ രേണു സുധിയെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടവുമാണ് വിശ്വാസമാണ്. അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഭിനയത്തിൻ്റെ രീതിക്ക് പോട്ടെ, പേഴ്സണൽ കാര്യം പേഴ്സണൽ രീതിയിൽ പോട്ടെ എന്ന്. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, ആവശ്യത്തിലധികം ഉണ്ട്. അപ്പം നിനക്ക് വേറെ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഇടി നിനക്ക് റീച്ച് ആവണമെങ്കിൽ നീ നിൻ്റെ നല്ല കണ്ടന്റ് ഇട്ട് നീ റീച്ച് ആവാൻ നോക്ക്. അവളെ ഇട്ട് കുത്താൻ നിൽക്കണ്ട. ഈ പാവാട വള്ളികളെന്ന് പറയുന്നുണ്ടല്ലോ, നിന്നെ അറിയാത്തവരാണോ നമ്മൾ? നീ ബിഗ് ബോസിൽ കിടന്ന് കാണിച്ചിട്ടുള്ള കോപ്പറയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ. അപ്പം നീ കൂടുതൽ മഹത്തരം ഒന്നും പറയണ്ട കേട്ടാ. നീ കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ് കേട്ടാ. അതുപോലെ ഇതിന് മുന്നേ ഇവൾ വേറൊരു വീഡിയോ ഇട്ടായിരുന്നു, രേണു സുധി വയറ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അവളെ വയറിനെ കുറിച്ച് ഇവൾ ഭയങ്കര മോശം അഭിപ്രായം പറഞ്ഞിട്ട് ഇവക്ക് ഇവളെ വയറ് അത്ര മനോഹരമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവൾ വയറ് കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ട്. അന്ന് കാണണം. ഉണ്ടംപൊരി ഇല്ലേ, പഴംപൊരി വറുത്ത് വെച്ചിരിക്കുന്നതാണൊക്കെ ഇരിക്കുന്നു അവളുടെ വയറ്, ഉണ്ടംപൊരി വയറ്. എന്നിട്ട് പറയുന്നു കാല് കുറേ കാണിച്ചിട്ട് പറഞ്ഞ് രേണു സുധിക്ക് അത്രയ്ക്ക് തൻ്റെ ഇടം ഉണ്ടെന്നുണ്ടെങ്കിൽ കാല് കാണിക്കട്ടെ എന്ന്. അവളെ കാലിനും ഒരു കുഴപ്പമില്ല, വയറിനും ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പർ ഷേപ്പാണ്. നിനക്ക് ഇത്ര അസൂയ എന്ത്? ഇത് ഒരാൾ ചെയ്തത് കാണുമ്പോഴത്തേക്ക് അവൾക്കെതിരെ എൻ്റെത് ഇത്രയും നല്ലതാണെന്ന് പറഞ്ഞ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എങ്ങനെയുള്ളവളാണെന്ന് അവൾ എങ്ങനെയുള്ളവളാണെന്ന് നല്ല വൃത്തിയാണ് എല്ലാവർക്കും അറിയാം. അവൾ റീച്ചായി പോയി, അവൾ ഇച്ചിരി ഫേമസ് ആയി, അതിന് നിനക്ക് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. നീ കുറേ കൊല്ലം കൊണ്ട് കിടന്ന് പിടിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഇപ്പോഴത്തെ നിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ജയിത്തേട്ടൻ്റെ കാറിൽ രേണു സുധിയും ഞങ്ങളും എല്ലാവരും കൂടെ ഒരു പ്രോഗ്രാമിന് പോയി. അതാണ് നിനക്ക് ഇത്ര കടി. 100% ഉറപ്പായിട്ട് എനിക്ക് പറയാം. കാരണം നീ ബിഗ് ബോസിൽ കുറേ ചാടിയതാ രജിസാറിൻ്റെ മണ്ടയിലോട്ട്. ആ സാറ് നിനക്ക് പിടി തന്നില്ല. സാറ് നിനക്കെന്നല്ല ആർക്കും പിടി കൊടുക്കുന്നൊരു ടൈപ്പ് അല്ലത് കേട്ടാ. അപ്പം അതിൻ്റെ ചൊരുക്കും കൂടെ വെച്ചോണ്ടാണ് നീ രേണു സുധിയായിട്ട് കുത്തുന്നത് നല്ല വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് നീ കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ്. നീ കുറേ വീഡിയോ ഇട്ടല്ലേ, പിന്നെ അതിന് ശേഷം നിൻ്റെ വയറും കാണിച്ച് വേറെല്ലാം കാണിച്ചുകൊണ്ട് നല്ല കമൻറ്റുകൾ എത്രണ്ണം വന്നിടി. അല്ലാതെ കമൻറ്റ് എന്തോ നിന്നെ കണ്ടാലേ അറിയാം. നീ കൂടുതൽ സംസാരിക്കാൻ വേണ്ട നീ എന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാം. കാരണം എവിടെ വെച്ചാണെന്നറിയാം, ബിഗ് ബോസ് വന്നതിന് ശേഷം. കാണാത്തവരൊന്നും ഇല്ലത്. നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ല കേട്ടാ, നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിനകത്തുണ്ടായിരുന്നു. അവരെ കാണാൻ വേണ്ടിയാണ് ബിഗ് ബോസൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ അതിനിടയ്ക്ക് കുറേ എന്തോ വിഡ്ഢികളായിട്ടും കുറേ കോമാളികളായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. അതിലൊരുത്തിയാണ് നീ. അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. കുറച്ചൊക്കെ അങ്ങ് അടങ്ങ് കേട്ടാ. പിന്നെ ഇതുപോലെ വേറൊരു വീഡിയോ രേണു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൂചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് ദേഹത്ത് അടിക്കാൻ പറ്റത്തില്ല, അത് ഒരു തരത്തിലെ സ്മെല്ലാന്നുള്ളത്. അപ്പോൾ അത് വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് ഇവളും കുറേ ആൾക്കാരും വേറെ എന്ന് മുതലാണ് സൂചേട്ടൻ്റെ മണം ഇഷ്ടപ്പെടാതെ പോയത്. ഇപ്പോൾ നിനക്ക് ദാസേട്ടൻ്റെ മണമാണോ ഇഷ്ടം, പ്രതീഷിൻ്റെ മണമാണോ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് കമൻറ്റ്. എനിക്ക് ഈ വെടലകളോട് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ആ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയുടെ സ്മെല്ലാണുള്ളത്. സാധാരണ നമ്മൾ ഉടുപ്പിലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കുന്നതിനകത്തുള്ള മണമല്ല അതിന്. അപ്പോൾ അവൾക്ക് എപ്പോഴാണ് സൂചിയുടെ മെമ്മറി വരുന്നതും ആ മണമൊന്ന് ആസ്വദിക്കണമെന്ന് തോന്നുമ്പോഴും ആ ബോട്ടിലെടുക്കുക, തുറക്കുക, മണപ്പിക്കുക, അവളത് ആസ്വദിക്കുക. അല്ലാതെ ദേഹം മൊത്തം അടിച്ചുകൊണ്ട് നടന്നിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു മണമല്ലത്. ഇപ്പം രേണു ആ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു തുള്ളി പോലും കുറയാതെ ആ പെർഫ്യൂം നിധി പോലെ അവൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതാണ് ആ പെർഫ്യൂം, തല്ലി പൊട്ടിച്ച് ദൂരെ കളഞ്ഞെന്ന് പറഞ്ഞ പെർഫ്യൂമാണിത്.
ഇത് സുധിച്ചേട്ടന്റെ സ്മെല്ലാണ്, ഇതില് സുധിച്ചേട്ടന്റെ മെമ്മറിയാണ്. ഞാൻ ഒരിക്കലും ഇത് തല്ലി പൊട്ടിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന പെർഫ്യൂം ഇതാണ്. ഞാൻ എന്തിനാണ് ഇത് ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ കണ്ടാ അറിയായിരിക്കും. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ദയാച്ചു നിനക്ക് അതിന് വേറെ വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ലേ? എന്താ തോന്നാഞ്ഞ്? ഇത്രയും കൊണ്ട് പറഞ്ഞ് തീർന്നിട്ടില്ല. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇവക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ്.